ഇന്ന് പിന്നെ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് വീട്ടിൽ നമുക്ക് പാഡ് ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇത്. പിന്നെ നമുക്ക് വാങ്ങിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അസുഖമായിട്ട് ഒരാളുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കുമ്പോൾ ഒരുപാട് ചിലവ് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ ഗോസും കോട്ടനൊക്കെ നമുക്ക് പാലിയേറ്റീവിൻ്റെ അവർ തരും. അപ്പോൾ നമ്മളത് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ, എനിക്ക് വിറകടുപ്പുള്ള കാരണം കൊണ്ട് അരമണിക്കൂർ അടുപ്പിൽ വെച്ചിട്ട് ആവി കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ഇത് പുറത്ത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് പാഡാക്കിയിട്ട് മാറ്റുക. ഇത് ആവിയിൽ പുഴുങ്ങിയെടുത്ത കോട്ടനാണ്. അത് നമ്മൾ പൊടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ നമ്മളൊരു തോർത്തിട്ടിട്ട് പിന്നെ ഇത് മൂടി വെച്ചാൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇതെടുത്ത് നമുക്ക് പാഡാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതവനെ ക്ലീൻ ചെയ്യുന്ന കത്രികയും പിന്നെ അതിലൊഴിക്കുന്ന ലിക്വിഡ് ഒഴിക്കുന്ന ആ പാത്രമാണ് ഇത്. പിന്നെ കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കും. പിന്നെ ഗോസ് നമ്മൾ ഇതിൻ്റെ അടിയിലാണ് ഗോസ് ഇട്ടിട്ടുള്ള അത് നന്നായിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതാക്കിയെടുക്കാം, കട്ട് ചെയ്തിട്ട് പാഡാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പാഡ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഗോസ് ഇങ്ങനെ വെച്ചാൽ ഇത് പാഡായിട്ട് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുണ്ടാക്കാം. ഇത് കോട്ടൺ, ഗോസ് ഇതൊക്കെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു അടപ്പുള്ള പാത്രത്തിലാക്കിയിട്ട് ഇത് അടച്ച് വെക്കണം. പിന്നെ ഇത് അവർ ഗുളിക തരിക ചെയ്യുക. അത് നമ്മൾ പൊടിച്ചിട്ട് ഇങ്ങനെ പൗഡറാക്കണം. 10-40 ഗുളികയൊക്കെ ഒരുമിച്ച് കിട്ടുമ്പോൾ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ച് ഗുളിക പൊടിയാക്കി എടുക്കാം. ഇത് ഒട്ടിക്കുന്നതാട്ടോ. അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് ഡെബ്രിൻ പഴുപ്പിനുള്ള മരുന്ന്, ഇത് ജെല്ല് ഉണക്കത്തിനുള്ള മരുന്നാണ്. പിന്നെ ഇത് തുടയ്ക്കണ ലിക്വിഡാണ്, ഇത് പൗഡർ അതിനിട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത് നമുക്ക് വലുത് ഇങ്ങനെ ഉണ്ടാക്കുക ആവശ്യത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അവൻ്റെ മുറിവൊക്കെ ഉണങ്ങി തുടങ്ങി ചെറിയ ഇതാണ്. ഇപ്പോൾ ഇതൊരു പാക്കറ്റ് അതിന് തന്നെ 5 പാഡാവും ഇതിലുണ്ടാവും. ഇത് ഗോസിൻ്റെ കേട്ടോ. അത് 60 രൂപയാണ്. ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ ഇത് നമുക്ക് വേണ്ടി വരും അത്രയും. അപ്പോൾ ഒരുപാട് ഇത് നമുക്ക് ദിവസം വേണ്ടതല്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ക്യാഷാവും ഒരു മാസമൊക്കെ ആകുമ്പോൾ. ഇത് എയർബെഡാട്ടോ. അവന് ഈ എയർബെഡിലാണ് എടുക്കുന്നത്. ആളിപ്പോൾ കട്ടിലേക്ക് ഇങ്ങോട്ട് കയറി കിടുന്നുണ്ട്. പിന്നെ എനിക്ക് അവനെ ഒരുപാട് നേരം വീഡിയോയിൽ കാണിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. നമുക്ക് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കേണ്ട ഒരവസ്ഥ, ഒരു ഗതി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ, ഒരാൾക്കും. പിന്നെ നമ്മുടെ മുത്തശ്ശിയോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനൊക്കെ പ്രായമായവർ ഒരു ഡോക്ടർ പറഞ്ഞ് 12 മണിക്കൂർ നേരം അനങ്ങാതെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ആർക്കാണെങ്കിലും നമ്മുടെ സ്കിന്ന് പൊട്ടും. അപ്പോൾ പിന്നെ ഇതൊരു രോഗമാണ്. പക്ഷേ ഇതായിക്കഴിഞ്ഞാൽ ഉണങ്ങാൻ ഒരുപാട് മാസങ്ങളെടുക്കും. അത് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കേട്ട പെട്ടെന്ന് അത് മനസ്സാൽ അംഗീകരിക്കാൻ ഒരു പ്രയാസമായിരുന്നു. പക്ഷേ നമ്മളതിനെ തരണം ചെയ്തു. പതുക്കെ വീണ്ടും ജീവിതത്തിലോട്ട് തിരിച്ച് വന്നു തുടങ്ങി. ഞങ്ങൾ മുറിവൊക്കെ ഉണങ്ങി തുടങ്ങി, അവൻ ഉറങ്ങാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളിലും അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മനസ്സുകൊണ്ടും അവരൊപ്പം നിന്ന് നമ്മുടെ ഒരുപാട് എപ്പോഴും വിവരങ്ങൾ അന്വേഷിച്ചൊക്കെ ആയിട്ട് എല്ലാവരോടും ഒരുപാട് നന്ദി.